ഹലോ ഗായ്സ്, ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. നമുക്ക് വാങ്ങിക്കൂട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പം എനിക്ക് അതേപോലെ സന്തോഷം. എനിക്ക് പക്ഷേ സന്തോഷം കിട്ടുന്നത് ഇങ്ങനത്തെ ബുക്ക്, പേന ഇതൊക്കെ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇത് പതിവ് പോലെ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. വീണ്ടും ഞാനിത് മേടിച്ചു എൻ്റെ കയ്യിൽ ബുക്ക് തീർന്നിട്ട്. അപ്പോൾ ഇത് നമ്മുടെ 5 സബ്ജക്റ്റ് നോട്ട്ബുക്കാണ് ഗായ്സ്. 5 സബ്ജക്റ്റ് അല്ല, ഈ തവണ ഇത് 6 സബ്ജക്റ്റ് നോട്ട്ബുക്കാണ്. 5 സബ്ജക്റ്റ് മേടിക്കാൻ പറ്റിയിട്ട് 6 സബ്ജക്റ്റാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മേടിക്കാം. മാക്സിമം 6 സബ്ജക്റ്റ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കുറേ സ്റ്റുഡൻസ് ഇത് മേടിച്ച് ഉപയോഗിച്ചു. കാരണം അവർക്ക് പെട്ടെന്ന് കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റിനെ പഠിക്കാൻ ഈസിയാണ്, നോട്ട്സൊക്കെ ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് വന്നേക്കുന്നത്. വെനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈന്. 185 രൂപയാണ് MRP. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നേക്കുന്നത്. ഇതുവരെ എനിക്ക് ഇതേപോലൊരു ഡിസൈൻ കിട്ടില്ല. ഇത് പുതിയൊരു ഡിസൈനാണ് തോന്നുന്നു അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ബുക്ക്. പുതിയ ബുക്ക് കിട്ടിയാൽ നമുക്ക് പണ്ട് തൊട്ടുള്ള ശീലമാണ് മണപ്പിച്ച് നോക്കണമെന്ന്. അതെന്താണെന്നറിയില്ല, അങ്ങനെയാണ്. പണ്ട് കൊച്ചിലുള്ള ശീലമാണ്, അതങ്ങനെ കണ്ടീഷൻ ചെയ്തു പോയി. പക്ഷേ ഈ ബുക്കിന് അത്ര വലിയ മണമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചെറുപ്പത്തിൻ്റെ ബുക്കിനൊക്കെ എന്ത് നല്ല മണമായിരുന്നു. അപ്പോൾ ഇതാണ് 6 സബ്ജക്റ്റ് നോട്ട് ബുക്ക്. കുറേ എഴുതാൻ പറ്റും ഇതിനകത്ത്. നമ്മൾ ഇത് കാണുന്നവരില്ല, കാണുമ്പോൾ കുറച്ച് പേജ് ഉള്ള പോലെ തോന്നും. പക്ഷേ ഒരു സബ്ജക്റ്റ് എഴുതാൻ വേണ്ടി ഇത്രയും ആവശ്യം മതി. എൻ്റെ BEd MEd ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന തുടങ്ങിയിട്ട് 2017 തൊട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എത്ര കൊല്ലമായി നോക്കി, 2017. ഞാൻ MSCക്ക് പഠിക്കുമ്പോൾ തൊട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഓരോ സെമസ്റ്ററിനും ഓരോ ബുക്ക് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് BEdനും. അപ്പം 4 കൊല്ലം 4 സെമസ്റ്റർ ആണെങ്കിൽ 4 ബുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ BEdനാണെങ്കിലും 4 ബുക്ക്, MEdനാണെങ്കിലും 4 ബുക്ക്. അപ്പോൾ നമുക്ക് ഈസിയാണ് എല്ലാ കണ്ടൻറ്റ് ഇങ്ങനെ ഓർത്ത് വെക്കാനും. കുറേ ബുക്കിന് വേണ്ടി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതിനു മുമ്പ് ഞാൻ മേടിച്ചൊരു ബുക്കാണ്. ഈ ബുക്ക് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഞാൻ ഈ ബുക്കിന് ഭയങ്കര ഫാനാണ്. ഈ ബുക്ക് കുറേ ഇവിടെ ഉണ്ട്. കുറേ പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ബുക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഓരോ BEdലെ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് സോഷ്യോളജി എല്ലാം കാണും. അപ്പോൾ ഇത് ഞാൻ പിന്നെ ട്യൂഷന് കൊണ്ടുപോകുന്ന ബുക്കാണ്. ഓരോ കുട്ടിക്കും ഓരോ 5 സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് 6 സബ്ജക്റ്റ് അല്ല, അതുകൊണ്ട് ഓരോ കുട്ടിക്കും ഓരോന്ന്. ഇതിപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയുള്ളത്, പിന്നെ അപ്പുറത്ത് മാത്സ് പഠിപ്പിക്കുന്ന കുട്ടിക്ക് വേണ്ടിയുള്ളതുണ്ടാവും. അപ്പോൾ ഓരോ കുട്ടിക്കും ഇങ്ങനെ ഓരോന്ന് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. ഇത് നല്ല പേജിൻ്റെ ക്വാളിറ്റി ഇത് സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഈ നോട്ട്ബുക്കിനെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല. നമുക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിട്ട് പോയിൻ്റ് നോട്ടും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, എല്ലാവർക്കും വാങ്ങുക.